യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നുള്ള ഒരു വചനമാണ് നമ്മൾ എടുക്കുന്നത്. आज हम लोग यूहन्ना का सुसमाचार से एक वचन हम लेंगे। അതിന്റെ 15ാം അധ്യായം उसका 15 अध्याय, അതിന്റെ 13ാമത്തെ വാക്യം. उसका 13, यूहन्ना 15 का 13 में हम पढ़ते हैं। ആ, ഈ യോഹന്നാന്റെ സുവിശേഷം 13, 14, 15, 16, 17 അധ്യായങ്ങൾ കർത്താവിന്റെ ഫെയർവെൽ സർവീസ് ആണ്. നമ്മളത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കർത്താവ് ശിഷ്യന്മാരുമായിട്ട് മാളിക മുറിയിൽ ഇരുന്ന് അവിടെ നടക്കുന്ന സംഭാഷണങ്ങളാണ് ഈ 13 മുതലുള്ള കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകി പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെയും പഠിപ്പിക്കുന്ന ഫെയർവെൽ സർവീസ് ആണ് ഈ 13 മുതലുള്ള അധ്യായങ്ങൾ, 13 മുതൽ 17 വരെ. तो यूहन्ना का सुसमाचार 13 अध्याय से लेकर 17 अध्याय तक हम लोग पढ़ेंगे तो ये एक विदाई का अध्याय है, यानी कि क्योंकि ये आखिरी बार वहां पर प्रभु अपने चेलों के साथ बैठ रहा है वहां पर, फिर उसके बाद प्रभु उनसे अलग हो रहा है, इसलिए विदाई का एक अध्यायों में से है, जहां पर वो लोग ऊपर के कमरे में रहकर वो लोग प्रभु अपने चेलों के साथ आखिरी बार वो लोग भोजन खा रहे हैं। 13 अध्याय से वहां पर पढ़ता है कि वो किस तरह चेलों का पैर धोता है और पवित्र आत्मा के बारे में बता रहा है। ये सब बातें यहाँ पर 13 अध्याय से 17 अध्याय तक चल रहा है। കർത്താവ് പബ്ലിക്കിൽ നിന്നും മാറി. നമ്മൾ 12ാം അധ്യായത്തിൽ കാണുന്നത് കുറച്ച് ഗ്രീക്കുകാർ വന്നിട്ട് കർത്താവിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ഫിലിപ്പോസിനോട് പറഞ്ഞ് ഒരു കർത്താവുമായിട്ടൊരു അഭിമുഖത്തിന് സംസാരിക്കുമ്പോൾ കർത്താവിന് മനസ്സില്ലാതെ ഈ ശിഷ്യന്മാരുമായിട്ട് വേറിട്ടിരിക്കാനുള്ള ഒരു പ്രത്യേക താല്പര്യത്തിൽ കർത്താവ് അവരെ അവോയ്ഡ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. तो यहाँ पर हम देखते हैं कि जब 12 अध्याय में पढ़ते समय में वहां पर के कुछ यूनानी लोग प्रभु को मिलने आते हैं और चेलों से लोग पूछते हैं कि हमें प्रभु को मिलना है करके, लेकिन हम देखते हैं कि प्रभु वहां पर सबसे अलग होकर सिर्फ चेलों के साथ कुछ समय वो पल बिताना चाहता था, इसलिए वो उनसे दूर रहने के विषय में अब देखते हैं और फिर चेलों के साथ वो अलग हो जाता है। അപ്പൊ ഇത് തികച്ചും വളരെ പ്രൈവറ്റ് ആയിട്ട് ലോകമനുഷ്യരില്ലാത്ത അല്ലെങ്കിൽ കർത്താവിന്റെ ശിക്ഷകണം കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ തനിക്ക് ഹൃദയം പകരാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ കർത്താവിനുള്ളത്. यानी कि अभी एक ऐसा एक माहौल यहाँ पर तैयार हो गया है कि प्रभु अकेला सिर्फ चेलों के साथ वो रहकर अकेला चेलों के साथ संगति करने के लिए और कुछ खास बातें आखिरी में चेलों को बताने का एक ऐसा माहौल वहां पर अभी तैयार हुआ है। അപ്പൊ ഇനി അതിന്റെ 13, 14 വാക്യങ്ങൾ, നമ്മൾ 15ന്റെ 13, 14 വാക്യങ്ങൾ കർത്താവ് വളരെ ഹൃദയപൂർവ്വം പറയുകയാണ്. സ്നേഹിതന്മാർക്ക് 15 अध्याय का 13-14 में വായിച്ചോ. അവിടെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. അങ്ങനെയാണ് ആ കർത്താവ് പറഞ്ഞു തുടങ്ങുന്നത്. तो वहां पर प्रभु इस रीति से कहता है कि इससे बड़ा प्रेम किसी का नहीं कि कोई अपने मित्रों के लिए अपना प्राण दे। അപ്പോൾ കർത്താവ് ഇത് പറഞ്ഞപ്പോൾ ഒരു 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 ദീർഘവീക്ഷണത്തിലാണ് അവരോട് പറയുന്നത്. നിങ്ങൾ എൻ്റെ ദാസന്മാരല്ല, നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതൊക്കെ നിങ്ങളെ അറിയിച്ചു തന്നതുകൊണ്ട് നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, എന്റെ സ്നേഹിതന്മാരെന്നൊക്കെ വിളിക്കുന്നു എന്നൊക്കെ കർത്താവ് ഒരു ആഭിമുഖമായിട്ട് കർത്താവ് അവരോട് പറയുകയാണ്. പക്ഷെങ്കിൽ നമ്മൾ ഉപദേശ രൂപത്തിലേക്ക് വരുമ്പോൾ, നമ്മളെ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ പൗലോസ് പറയുന്ന സിദ്ധാന്തം അനുസരിച്ച് ഇവിടെ നമ്മൾ വായിക്കുന്നത് യേശു സ്നേഹിതന്മാർക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന്. എന്നാൽ നമ്മൾ റോമലേഖനം 5ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് യേശു ആർക്ക് വേണ്ടിയാണ് മരിച്ചത്. അത് നമുക്കൊന്ന് വായിച്ചു തുടങ്ങാം. तो यहाँ पर एक स्वाभाविक रीति से जब प्रभु यहाँ पर बात करते समय में वहां पर यहूदियों के साथ है, जो यानी कि इस्राएली लोगों के साथ, जो क्योंकि प्रभु अपना आखिरी समय बिताना चाहता था, उस विषय में प्रभु वहां पर बोलते समय में प्रभु वहां पर उन चेलों को कहता है कि तुम लोग अभी दास नहीं बल्कि मेरे मित्रों हो बोलकर, और मेरे मित्रों के लिए मैं अपना प्राण देने जान देने वाला हूँ। इससे बड़ा और ऊंचा बात नहीं है, सबसे बड़ा प्रेम यही है। ये सब बातें जब प्रभु इस रीति से बोलते समय में रोमियो का पुस्तक में हम एक बात को देखते हैं कि पौलोस वहां पर रोमियो का पुस्तक 5वां अध्याय में यीशु मसीह किन के लिए मरा करके वहां पर हम पढ़ते हैं। यहाँ पर मित्रों के लिए मरा है करके कहता है യോഹന്നാൻ 15 में। ഇവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവ് ഒരു ദീർഘവീക്ഷണത്തിൽ കർത്താവ് നമ്മുടെ ഭാവിയെ കണ്ടുകൊണ്ട്, നിത്യതയെ കണ്ടുകൊണ്ട് പറയുകയാണ്, ഞാൻ മരിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ഞാൻ മരിക്കുന്നത് ഒരു പാപിക്ക് വേണ്ടിയോ ലോകമനുഷ്യനോ വേണ്ടിയല്ല,
എൻ്റെ സ്വന്തം സഹോദരന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ സ്വന്തം സ്നേഹിതന്മാർക്ക് വേണ്ടിയാണ്. കാരണം സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് കർത്താവ് തന്റെ ഉപദേശത്തിൽ പറഞ്ഞു വെക്കുമ്പോൾ അതെങ്ങനെയാണ് ആ സ്നേഹിതനായി തീരുന്നത് എന്നതിന്റെ പശ്ചാത്തലമാണ് നമ്മൾ ഉപദേശങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. तो प्रभु जो है वो दूर का नजर को देखते हुए, भविष्य को देखते हुए, उस नजरिए से प्रभु कहता है कि चेलों को कहता है कि तुम मेरे मित्र हो और मैं मित्रों के लिए जान देने आया हूँ, प्राण देने आया हूँ, और इससे बड़ा प्रेम और कुछ नहीं है करके जब प्रभु ये एक दूर का दृष्टि, भविष्य के नजर को रखते हुए, अनंतता को नजर रखते हुए प्रभु इस रीति से कहता है। लेकिन ये लोग कैसे मित्र, या हम लोग कैसे प्रभु के मित्र हो गए, उस मित्र बनने का किस रीति से कारण क्या है, वो जब हम उपदेशों में यानी कि पत्रों में जब पढ़ते समय में उसका असली अर्थ को हम समझते हैं। അപ്പൊ അതിന്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും അവിടെ വായിക്കുന്നത് നമ്മൾ പാപികളായിരിക്കുമ്പോൾ, നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ, നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ അഭക്തരായിരിക്കുമ്പോൾ, ഇങ്ങനെ 3-4 കൂട്ടം കാര്യങ്ങൾ അവിടെ വിസ്തരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് യേശു മരിക്കുന്നത്. യേശു ഒരു സ്നേഹിതന് വേണ്ടിയല്ല. യേശു മരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? പാപിക്ക് വേണ്ടിയാണ്, അഭക്തന് വേണ്ടിയാണ്, ശത്രുവിന്, ദൈവവുമായിട്ട് യാതൊരു നിലയിലും ചേർത്ത് പിടിക്കാൻ കഴിയാത്ത ഒരു പാപിക്ക്, ഒരു ശത്രുവിന് വേണ്ടിയാണ്, സ്നേഹിതന് വേണ്ടിയല്ല, ശത്രുവിന് വേണ്ടിയാണ് മരിക്കുന്നത് എന്നുള്ള പശ്ചാത്തലമാണ് നമ്മൾ ആദ്യം ഗ്രഹിക്കേണ്ടത്. तो इसके लिए सबसे पहले बात हमें उपदेशों में, पत्रों में जब प्रभु पौलुस इस विषय में कहते समय में हमें एक बात को समझना है कि वो क्या कहना चाहता है। जब रोमियो का पुस्तक पढ़ते समय में 5 से 10 जब पढ़ते समय में वहां पर देखो प्रभु किसके लिए मरा है करके वहां पर बोल रहा है। उनके कुछ गुण विशेष हम पढ़ते हैं, वहां पर हम देखते हैं कि वो निर्बलों के लिए मरा, भक्तिहीनों के लिए मरा, और अधर्मी लोगों के लिए मरा है, और शत्रुओं के लिए मरा है करके इस रीति से बोले जो परमेश्वर के शत्रु है, परमेश्वर के खिलाफ है, उन लोगों के लिए प्रभु मरा है करके वहां पर वो बताना चाहता है। तो मित्र के लिए तो हमें सबसे पहले ये बात समझना है कि प्रभु उपदेशों में पौलुस जब बताते समय में हमारा अवस्था क्या था, हम शत्रु थे, मित्र नहीं थे। അപ്പൊ യേശു പറയുന്നത് മരിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്നാണ്? സ്നേഹിതന് വേണ്ടിയാണ് മരിക്കുന്നത്. यीशु क्या कहता है, वो किसके लिए मर रहा है करके यूहन्ना का सुसमाचार में जब हम पढ़ते समय में हम पढ़ते हैं कि वो मित्र के लिए मरा करके यीशु ने कहा। അപ്പൊ കർത്താവ് ഒരു നിത്യതയെ കണ്ടുകൊണ്ട് ഒരു ദീർഘവീക്ഷണത്തിൽ പറയുകയാണ്, ഞാൻ ആർക്ക് വേണ്ടി മരിക്കുന്നോ അവര് പാപികളാണെങ്കിലും അവര് ശത്രുക്കളാണെങ്കിലും എന്നുള്ള കാര്യം പറയുന്നില്ല. കാരണം കർത്താവ് അതിന്റെ എസൻസ് കണ്ടിട്ട് പറയുകയാണ്. കാരണം അവിടെ ഞാൻ മരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? എൻ്റെ സ്വന്തം സ്നേഹിതന്മാർക്ക് വേണ്ടി. കാരണം എന്നെ കുറിച്ചുള്ള എല്ലാ ധാരണകളും എല്ലാ മിസ്റ്ററിയും വെളിപ്പെട്ട് കിട്ടിയ ഒരു ജനമുണ്ട്. അവരെ ആ നിലയിൽ എത്തിക്കാൻ വേണ്ടിയാണ് അവൻ മരിക്കുന്നത്. तो जब प्रभु जब बोलते समय में मैं अपने मित्रों के लिए मर रहा हूं करके, वो प्रभु उनका नजरिया देखो, क्योंकि प्रभु भविष्य देकर, आगे की बात को देकर, अनंतता को देकर प्रभु ये वाक्य कह रहा है। तो प्रभु उनको मित्र बोलते समय में तब वो शत्रु नहीं है, परमेश्वर के बैरी नहीं है, निर्बल, इस प्रभाव का, इस बातों को ना देखते हुए, उनको नजरअंदाज करते हुए ये लोग मित्र है, क्योंकि प्रभु अभी इनके लिए क्या करने वाले हैं, और प्रभु ने इनको परमेश्वर का राज्य का भेद और मर्म की बातें, जो बातें प्रभु ने बोला था राज्य के बारे में, वो सारा भेद ये एक झुंड को प्रभु ने प्रकट किया है। तो उन लोगों के लिए प्रभु मरकर और उनके लिए क्या कार्य कर रहा है, उस उद्देश्य में प्रभु यहाँ पर यूहन्ना 15 में कहता है कि मैं मित्रों के लिए मर रहा हूं। അപ്പോൾ അവിടെ നമ്മൾ 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം അവിടെ പറയുന്നുണ്ട്. അതായത് നമ്മള് യേശുക്രിസ്തുവിന്റെ മരണത്താൽ ശത്രുക്കളായിരുന്ന നമ്മൾ ദൈവത്തോട് നിരപ്പ് വന്നു. സ്ഥാനീയമായി നമ്മള് ദൈവത്തോട് നിരന്ന് ദൈവത്തിന്റെ മക്കളാണ്, അല്ലെങ്കിൽ ദൈവത്തോട് വളരെയധികം താതാത്മ്യം പുലർത്താൻ തക്കവണ്ണം ക്രിസ്തുവേശുവിൽ അടുപ്പിക്കപ്പെട്ടവരാണെങ്കിലും നമ്മള് പൂർണ്ണ സ്നേഹിതന്മാരെന്ന് വരാൻ ഘട്ടങ്ങൾ ആവശ്യമാണ്. പല ഘട്ടങ്ങളിലൂടെ നമ്മളെ കടത്തിവിട്ടാണ് നമ്മുടെ ഹൃദയം തികച്ചും ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു അർത്ഥത്തിൽ സ്നേഹിതനായി തീരുന്നത്. तो वहां पर रोमियो का पुस्तक 5 का 10 पढ़ते समय में वहां पर देखो, क्योंकि हम बैरी होने के दशा में पुत्र के मृत्यु के द्वारा हम लोग परमेश्वर के साथ हमारा मेल हो गया है करके वहां पर कहते हैं। तो हम जब शत्रु थे, उस शत्रु के दशा में जब प्रभु हमारे लिए मरा वो तो सही है,
और उस मृत्यु के वजह से हम लोग परमेश्वर के साथ एक मेल मिलाप का कार्य वहां पर हुआ है, वो भी सही है। लेकिन इस कार्य की वजह से हम लोग अभी भी यीशु का मित्रता का दशा में अभी तक पहुंचा नहीं, उसके लिए बहुत पड़ाव बाकी है। उस मित्रता का मुकाम में हमें पहुंचने के लिए, वो कार्य करने के लिए शुरुआत में प्रभु क्या कर रहा है, अपना बैरी और शत्रु के लिए मर रहे हैं। അപ്പൊ കർത്താവ് പറയുമ്പോൾ കർത്താവ് പറയുന്നത് കർത്താവിന്റെ വശമാണ് പറയുന്നത്. तो കർത്താവ് प्रभु നമുക്ക് വേണ്ടി മരിക്കുന്നു. കർത്താവ് ഒരു നല്ല സ്നേഹിതനായതുകൊണ്ട്, കർത്താവിന്റെ ഭാഗം എപ്പോഴും നല്ലതായതുകൊണ്ട് അപ്പൊ നമ്മള് കർത്താവ് തന്നെ ഈ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഒരു നമ്മള് ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തില് ഒരു നല്ല അയൽക്കാരൻ ആരാണ് എന്നുള്ള ഒരു ഇത് വരുമ്പോൾ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട് അവിടെ. നമ്മള് तो प्रभु ലൂക്കോസ് जब यहाँ पर സുവിശേഷം 10-ാം बोलते അധ്യായത്തിൽ समय में प्रभु अपना विषय की ओर से कह रहा है, अपने नजरिया से कहना चाहता है कि वो किसके लिए मर रहा है, क्योंकि वो प्रभु एक अच्छा मित्र है और वो अपना प्रिय, अपना मित्रता को बताने के लिए अपना बड़ा प्रेम को वो दर्शाना चाहता है। उस आदर्श में प्रभु का नजरिया वहां पर बता रहा है। उदाहरण के लिए हम लोग जब लूका का पुस्तक 10वां अध्याय में पढ़ते समय में अच्छा मित्र कौन है या अच्छा जिम्मेदारी लेने वाला कौन है करके वहां पर बता रहा है। ഇവിടെ കർത്താവ് ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം ഒരു ന്യായശാസ്ത്രിയുമായിട്ട് ഒരു എൻകൗണ്ടർ നടത്തുന്ന ഒരു സമയമാണ്. അവിടെ ന്യായശാസ്ത്രിയുമായിട്ട് സംസാരിക്കുമ്പോൾ താൻ അവിടെ ദൈവത്തെ സ്നേഹിക്കുന്ന കാര്യമെല്ലാം പറഞ്ഞിട്ട് 2 കൽപ്പനകളുടെ യോജിപ്പാണ്. കാരണം ദൈവത്തെ സ്നേഹിക്കണം, അതുപോലെ തന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. അപ്പം എന്നിട്ട് അവന് ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. കർത്താവിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കർത്താവിനെ ഒന്ന് ഫൂളാക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ്. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ നിശ്ചയിച്ചു. അതിന് 29-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. प्रभु यहाँ पर एक शास्त्री से बात करते समय में वहां पर प्रभु वहां पर बताना चाहता है, व्यवस्था को पालन करने के बाद वो आदमी को प्रभु वहां पर आज्ञा का पालन करने के विषय में बोलता है। और 2 आज्ञा को प्रभु एक करके कहता है कि तुम अपने मित्रों को पूर्ण हृदय से प्रेम करो करके बोलने के बाद ये शास्त्री, ये प्रमाणी अभी प्रभु को अटकाने के लिए या प्रभु को चालाकी से अटकाने की कोशिश करता है और अपने आप को धर्मी ठहराने के लिए वो बोल रहा है कि मेरा पड़ोसी कौन है, मेरा मित्र कौन है करके 10 का 29 से पढ़ते समय में हम देखते हैं। അപ്പൊ നമ്മള് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ ആണെന്നുള്ള ഒരു ന്യായപ്രമാണത്തിന്റെ വെപ്പാണ് ഇദ്ദേഹം വെക്കുന്നത്. എന്നാൽ യേശു പറയുകയാണ് ആ കൂട്ടുകാരൻ ഞാൻ തന്നെയാണെന്നാണ് ആ ഇതിലേക്കൂടെ വരുന്നത്. നീ സ്നേഹിക്കേണ്ട കൂട്ടുകാരൻ ആരാണ്? തന്നോട് നമ്മൾ അതിന്റെ ഇല്ലസ്ട്രേഷൻ പൂർണ്ണ വായിക്കുമ്പോൾ തക്ക സമയത്ത് അർത്ഥപ്രാണനായി കിടക്കുന്ന ആ സഹോദരനെ വന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവനെ സഹായിച്ച, തക്ക സമയത്ത് സഹായിക്കുന്ന ആളാണ് ഏറ്റവും നല്ല സ്നേഹിതൻ. तो यहाँ पर तुम्हारा पड़ोसी कौन है, तुम्हारा अच्छा मित्र कौन है करके वो प्रमाणी अपने आप को धर्मी ठहराते समय में यीशु को पूछते समय में लोगों को क्या लगता है, हमारा बाजू वाला, हमारा पड़ोसी या हमारा कोई रिश्तेदार को प्रेम करने के विषय में वहां पर बोला गया है करके ऐसा हमें अर्थ समझता है। लेकिन प्रभु वहां पर दृष्टांत के द्वारा बताना चाहता है कि सही समय में तुमको मदद करने के लिए कौन आया, तुमको बचाने के लिए कौन आया, वही है तुम्हारा सच्चा मित्र। तो यहाँ पर हम देखते हैं कि एक व्यक्ति जो यरीहो से यरूशलेम की ओर, यरूशलेम से यरीहो की ओर जब जाते समय में उसको चोरों ने उसको पकड़ा, डाकुओं ने पकड़ा और उसको आधा मरा हुआ अवस्था में छोड़ा, तो उसको बचाने के लिए कौन आया? एक अच्छा शमरी वहां पर आया। तो प्रभु वहां पर इस दृष्टांत से बताना चाहता है कि तुम्हारा मरा हुआ दशा से तुमको बचाने के लिए जो आया वो मैं हूं, यानी कि यीशु अपने बारे में बताना चाहता है। तो वो अच्छा मित्र, अच्छा पड़ोसी कौन है? यीशु मसीह स्वयं है, ये प्रभु दृष्टांत के द्वारा बताना चाहता है। അവിടെ 3 പേര് വരുന്നുണ്ട്. അവിടെ യാദൃച്ഛിക ഒരു പുരോഹിതൻ വരും, ലേവ്യൻ വരുന്നു. അവിടെ അവന്റെ പിന്നെ ഒരു അടുത്ത അവിടെ മൂന്ന് കാര്യങ്ങളാണ് അവിടെ കർത്താവ് പറയുന്നത്. അതിന്റെ 36-ാം വാക്യത്തിൽ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു. तो वहां पर 3 लोग वहां पर आके उसका मदद करते समय में प्रभु वहां पर एक सवाल पूछता है उसका 36 में, इन तीनों में से अपना पड़ोसी कौन ठहरा? അപ്പം യേശുവിനെ ശമര്യക്കാരായിട്ട് പലപ്പോഴും യഹൂദന്മാര് അവനെ കളിയാക്കാറുണ്ട്. അവനൊരു സമരനാണ്, അവനൊരു ഭൂതമുണ്ട് എന്നൊക്കെയും കർത്താവിനെ കളിയാക്കുമ്പോൾ കർത്താവ് പറയുകയാണ് ഈ സഹോദരനെ സഹായിച്ചതാരാണ്? तो സമരക്കാരനാണ്. प्रभु को जब भी हमेशा शमरी लोगों के साथ रहते समय में
बाकी यहूदी लोग और शास्त्री लोग हमेशा, फरीसी लोग हमेशा यीशु का मजाक उड़ाता था, कहता था कि इसके अंदर दुष्ट आत्मा है, ये एक शमरिया है, ये एक टुकराया हुआ व्यक्ति है, हम यहूदियों के साथ नहीं है बोलकर यीशु का हमेशा वो लोग निंदा करता था और यीशु को हमेशा बहिष्कार करता था, क्योंकि वो यीशु हमेशा बाकी पापियों के साथ वो रहता था। परंतु यहाँ पर इस अच्छा दृष्टांत के द्वारा प्रभु बताना चाहता है कि इस आदमी को किसने बचाया? एक अच्छा शमरिया ने आकर शमरिया के आदमी ने आप बचाया। അപ്പൊ കർത്താവ് വരുമ്പോൾ അന്നത്തെ യഹൂദന്മാരുടെ ട്രെൻഡ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലവൻ മഹാപുരോഹിതനാണ്. ആ മഹാപുരോഹിതൻ കഴിഞ്ഞാൽ പിന്നെ മഹാപൗരോഹിത്യത്തിൽപ്പെട്ട ലേവ്യരിൽ ഒരാളാണ്. അപ്പം ഇവർ രണ്ടുപേരും വന്നിട്ടും ഈ മുറിവേറ്റ മനുഷ്യനെ പരിചരിക്കാതെ കടന്നുപോയപ്പോൾ ഈ രണ്ടുപേരാലും തിരസ്കരിക്കപ്പെട്ട ലേവ്യ ഗോത്രത്തിൽ ഇല്ലാത്ത യഹൂദ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ശമരൻ എന്ന പോലെ അറിയപ്പെട്ട യേശു വന്നിട്ട് ഈ സഹോദരനെ തക്ക സമയത്ത് സഹായിക്കുന്നവൻ ആരായി തീരുകയാണ്? ഇവരിൽ ആര് മിത്രമായി തീർന്നു? അവനെ കരുണ കാണിച്ചവൻ എന്ന് അവർ തന്നെ പറയുകയാണ്. അതിന്റെ 37-ാം വാക്യം. तो वहां पर उस समय में, यीशु के समय में वहां का रिवाज क्या था? सबसे बड़ा आदमी कौन है उस समय? सबसे ज्यादा इज्जतदार व्यक्ति कौन है? वो है एक जो मंदिर में रहने वाला एक प्रमाणी, जो हमेशा मंदिर में रहकर काम करता है, जो हम 31 में देखते हैं कि वो पहला व्यक्ति जो आया, एक याजक आया। उस समय का यह इसराइल में से जो सबसे बड़ा, सबसे ऊंचा दर्जा रखने वाला एक व्यक्ति है याजक। उसके बाद याजक के बाद दूसरा दर्जा जिसको मिलता है एक लेवी। तो ये दोनों लोगों ने भी उस मरे हुए, आधा मरा हुआ व्यक्ति के पास आकर सेवा करने के लिए जब उसके पास आए तो दोनों उसके पास से चला गया, कोई दोनों भी सेवा नहीं किया। मतलब उस समय का सबसे इज्जतदार लोगों में से दो ग्रुप लोगों ने भी उस व्यक्ति को ठुकरा दिया, लेकिन किसने उस व्यक्ति का मदद किया? एक शमरी, जो उस समय में इस्राएली लोग सबसे ज्यादा नीच और ठुकराया जाने वाला एक गोत्र था, शमरी। वो शमरी वास्तव में कौन है? स्वयं यीशु मसीह है। यीशु मसीह ने अपने आप को बता रहा है कि एक सच्चा शमरी यानी कि जो यीशु मसीह है वो है, उसको दया दिखाकर उनको मदद किया। तो इसकी जब प्रभु पूछ रहा है कि ये 3 लोगों में से किसने उसका पड़ोसी बना, अच्छा मदद किया करके, उसका 37 में हम पढ़ते हैं कि वो लोग क्या जवाब देता है कि वो जिसने उसके ऊपर तरस खाया। तो वो प्रभु ही था जो असली में लोगों के ऊपर तरस खाकर, करुणा दिखाकर बचाने के लिए आया था। അപ്പോൾ ഈ പശ്ചാത്തലമാണ് പൗലോസ് റോമലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്. കാരണം നമ്മള് പാപികളായിരുന്നപ്പോൾ, നമ്മള് ബലഹീനരായിരുന്നപ്പോൾ, നമ്മള് ശത്രുക്കളായിരുന്നപ്പോൾ, നമ്മള് അങ്ങനെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അർത്ഥപ്രാണനായി കിടന്നപ്പോൾ, അപ്പോൾ അതാണ്, അപ്പോൾ നമ്മളോട് കരുണ കാണിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ വിസ്തരിപ്പാൻ വേണ്ടിയാണ്, അല്ല അവനെ വെളിച്ചത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് യഹൂദ സമൂഹത്തിന്റെ കാര്യങ്ങൾ അറിയാവുന്ന പൗലോസ് റോമാലേഖനം എഴുതുമ്പോൾ ഈ കാര്യം കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ അവസ്ഥ, നമ്മൾ അവനെ സ്നേഹിച്ചതല്ല, അവൻ ആദ്യം നമ്മളെ സ്നേഹിക്കുകയാണ്. അപ്പൊ നമ്മളെ സ്നേഹിച്ചപ്പോൾ നമ്മുടെ അവസ്ഥ ഇതായിരുന്നു, അർദ്ധപ്രാണനായി കിടക്കുകയായിരുന്നു, നമ്മളെ ജീവൻ അറ്റുപോകുന്നു. അതാണ് തക്ക സമയത്ത് നമ്മളെ സഹായിക്കാൻ കഴിയുന്നത്. तो ये बैकग्राउंड को देखते हुए पौलुस यहाँ पर रोमियो का पुस्तक 5वां अध्याय में वो बताना चाहता है कि वो आधा मरा हुआ व्यक्ति जो यरूशलेम की यरीहो में की ओर जाते समय में आधा मरा हुआ अवस्था में दशा में रहने वाला व्यक्ति जो हम है, हमें सही समय पर बचाने के लिए जो आया था वो यीशु मसीह है। और यीशु मसीह है जो हमारा अच्छा पड़ोसी बना, अच्छा मित्र बना, जिसने हमारे ऊपर तरस खाया, हमारे ऊपर दया दिखाकर हमें बचाया। तो पौलुस जो है वो यहूदी बैकग्राउंड अच्छे रीति से जानता था। उस नजरिया को रखते हुए 5वां अध्याय में बताना चाहता है, हम जो अभक्त और परमेश्वर के शत्रु और हम जो पापी है, हमें सही समय पर बचाने के लिए प्रभु आया। അതിന്റെ 5-6 വാക്യത്തിൽ നമ്മള് റോമലേഖനം 5-6 വാക്യത്തിൽ നമ്മള് ആ തക്ക സമയം എന്നുള്ള പ്രയോഗം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് പൗലോസ്. पर वो सही समय में बचाने आया करके रोमियो का पुस्तक 5:6 में जब पढ़ते समय में, जब हम निर्बली थे, मसीह ठीक समय पर हमें बचाने आया करके, भक्तिहीनों के लिए आया करके, बोला वो ठीक समय का वो शब्द वहां पर पौलुस इस्तेमाल कर रहा है। അപ്പൊ നമ്മുടെ ഈ നല്ല അയൽക്കാരെന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ആളോ അല്ലെങ്കിൽ നമ്മുടെ സഭയിലുള്ള സഹോദരനോ മൂപ്പന്മാരോ ഒന്നുമല്ല. അവർക്ക് ആർക്കും തക്ക സമയത്ത് വന്ന് നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ല. കാരണം യേശുവിനുള്ള ഈ കഴിവ് അവന് എന്നും എന്നേക്കുമുള്ള ഒരു കഴിവാണ്. तो ये हमारा अच्छा पड़ोसी करके बोलते समय में जब यीशु ने वहां पर यूहन्ना का पुस्तक में
लूका का पुस्तक में जो हमने पढ़ा, वो अच्छा पड़ोसी कौन है या वो अच्छा मित्र कौन है करके बोलते समय में ऐसा नहीं समझना कि हमारा घर का बाजू वाला है या हमारे कलीसिया के भाई लोग हैं या फिर हमारे कलीसिया के कोई अध्यक्ष है। नहीं प्रियो, क्योंकि सही रीति में सही समय पर हमें बचाने के लिए अगर कोई आया था, वो है यीशु मसीह। वो यीशु मसीह का गुण है जो यहाँ पर बताया जा रहा है कि सही समय पर आकर हमें बचाया। നമുക്ക് ക്രൂശിൽ കള്ളൻ കിടക്കുമ്പോഴും കർത്താവ് ആ ക്രൂശിൽ കിടക്കുന്ന കള്ളൻ അല്ലെങ്കിൽ ആ പശ്ചാത്താപിച്ച കള്ളനും മരിക്കാൻ പോവുകയാണ്, അവനും അർത്ഥപ്രാണനായി കിടക്കുകയാണ്. എന്നാൽ കർത്താവും ഒരു മരണത്തിന്റെ സ്ഥിതിയിലേക്ക് പോകുമ്പോൾ കർത്താവ് ആ മരണത്തിലും ഈ അർത്ഥപ്രാണനായ മനുഷ്യനെ രക്ഷിക്കുകയാണ്. हम लोग देखते हैं क्रूश में भी, वहां पर हम देखते हैं कि जब एक चोर ने वहां पर पश्चाताप किया और पछताकर वो प्रभु यीशु मसीह के ऊपर वो शरण के लिए प्रभु के पास वो आ रहा है, वो खुद क्रूश में है और आधा मरा हुआ अवस्था में है। और उसी समय में यीशु का हालत क्या है, वो भी मरने जा रहा है, यीशु भी क्रूश पर है। परंतु उस क्रूश में यीशु जो स्वयं मरने का दशा में होने के बावजूद भी यीशु एक ऐसा सहायक बने, एक अच्छा मित्र बना, जो सही समय पर वो पश्चाताप करने वाला चोर को मददगार बन गया, एक अच्छा मित्र बन गया। ये सिर्फ यीशु ही कर सकता है, जो सही समय पर दूसरों के लिए मदद करता है, भले वो खुद वो मृत्यु का सामना क्यों ना कर रहा हो। അപ്പൊ ക്രിസ്തുവിന്റെ ഈ കഴിവ് അവൻ ക്രൂശിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യനായി ഭൂമിയിലായിരുന്നപ്പോൾ മാത്രമല്ല, കർത്താവ് മരിച്ചു പുനരുദ്ധാനം ചെയ്ത് അവൻ നമുക്ക് വേണ്ടി സ്നേഹിതനായിരിക്കുന്ന ആ സ്ഥിതിയിലും നമ്മൾ എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: തക്ക സമയത്ത് നമുക്ക് സഹായം ലഭിക്കാൻ നമ്മൾ അവന്റെ അടുക്കിലേക്ക് വരുവിനാണ്. കാരണം തക്ക സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് മുമ്പോ ആവശ്യം കഴിഞ്ഞോ അല്ല, ആ സമയത്ത് തന്നെ അവൻ സഹായിക്കുന്നതാണ് കർത്താവിനുള്ള കഴിവ്. तो इसके लिए वहां पर प्रभु का ये जो मदद करने का स्वभाव है या सही समय पर मदद करने का स्वभाव, वो सिर्फ क्रूस में या 33.5 साल जो जीवन दिया उसी समय पर नहीं, बल्कि मरकर पुनरुद्धान होने के बाद महायाजक का सेवा जब वो करते समय में उसमें भी वहां पर प्रभु का ये स्वभाव को हम देखते हैं। जो हम लोग इब्रानियों की पुस्तक 4:16 पढ़ते समय में वहां पर भी देखते हैं कि हम लोग उस अनुग्रह का सिंहासन के निकट आ रहे हैं ताकि हमारे ऊपर दया और अनुग्रह पर और आवश्यकता के वो सही समय पर हमारी सहायता हो। यानी कि ऐसा समय पर, मतलब सही समय पर प्रभु हमें आवश्यकता के समय पर वो मददगार करने आता है। मतलब जरूरत के पहले या जरूरत के बाद नहीं, जरूरत का सही समय पर, आवश्यकता का सही समय पर प्रभु आकर हमारा सहायता करता है। ये है प्रभु यीशु मसीह का खूबी। അപ്പൊ യേശുക്രിസ്തു എപ്പോഴും സഹായിക്കുന്ന ഒരു നല്ല സ്നേഹിതനായിട്ട് മാറ്റമില്ലാത്തവനായി എപ്പോഴും അവനായിരിക്കുകയാണ്. इसलिए यीशु मसीह एक अच्छा मददगार बनकर, एक अच्छा मित्र बनकर, एक अच्छा पड़ोसी बनकर सहायता करने के लिए दशा में हमेशा हमारा मदद करने के लिए तैयार है। എന്നാൽ അവന്റെ സഹായം റിസീവ് ചെയ്യുന്നവര് കാലക്രമത്തിൽ യേശുക്രിസ്തുവിന്റെ ഒരു യഥാർത്ഥ സ്നേഹിതനായി തീരത്തക്കവണ്ണമുള്ള ഒരു പശ്ചാത്തലമാണ് ക്രിസ്തു ഒരുക്കുന്നത്. परंतु ये प्रभु जिन लोगों को मदद करने के लिए जा रहा है, जिन लोगों को उसका मदद मिलने जा रहा है, उन लोगों को सही रीति से समय पर मदद मिल जाए, उस रीति में कार्य करने के लिए प्रभु उन लोगों को उस पड़ाव में पहुंचा रहा है, उस मुकाम में पहुंचा रहा है, ताकि वो लोगों को जो उनके शत्रु थे उनको प्रभु का सही समय पर मदद मिल सके। वो कार्य प्रभु कर रहा है। അപ്പൊ ഈ തക്ക സമയത്ത് സഹായം ലഭിക്കുന്നവര് സഹായം ചെയ്യാൻ അവർ തയ്യാറാണ്. പക്ഷെങ്കിൽ അത് ലഭിക്കുന്നവരാണ് ആരായി തീരുന്നത്? ക്രിസ്തുവിന്റെ യഥാർത്ഥ സ്നേഹിതന്മാരായി. കർത്താവ് ആ ഉദ്ദേശിച്ചാണ്, അവരുടെ ഭാവിയെ ഉദ്ദേശിച്ച് പറയുകയാണ്. അനേക ഘട്ടങ്ങളിലൂടെ അനേക നിലയിൽ ഈ തക്ക സമയത്ത് ഇവൻ കൃപ ചെയ്ത് സഹായം ചെയ്ത് ഇവരെ തന്റെ സ്വന്തം മിത്രമാക്കി എന്നേക്കും പിരിയാത്ത ഒരു ബന്ധത്തിലേക്ക് ക്രിസ്തു അവരെ കൊണ്ടുവരികയാണ്. तो सही समय पर प्रभु मदद करने के लिए तैयार तो है, लेकिन सही समय पर जो जिसको मदद मिलना चाहिए वो लोगों को उस मुकाम में पहुंचाने के विषय में है प्रभु वहां पर कार्य कर रहा है। उस आधार पर है प्रभु यूहन्ना का पुस्तक में 15 अध्याय में कहता है कि तुम मेरे मित्र हो, क्योंकि प्रभु उन सब को प्रभु का मित्र हो जाने के लिए सही समय पर उनका मदद मिल सके, प्रभु उनका सहायता का लाभ उनको मिल सके, उस दशा में प्रभु उनके लिए कार्य कर रहा है ताकि वो मुकाम में पहुंच सके। അപ്പോൾ തക്ക സമയത്ത് സഹായം ചെയ്യാനുള്ള ഈ നല്ല സ്നേഹിതന്റെ സഹായം ലഭിക്കാത്തവരെ സംബന്ധിച്ചോളം അവരുടേതായിരിക്കുന്ന അല്ലെങ്കിൽ ഈ സ്നേഹം എന്ന് പറയുന്നത് ദൈവം വളരെയധികം സ്നേഹസമനായതുകൊണ്ട് ദൈവത്തിന്റെ ഇമോഷണൽ പാർട്ട് അല്ലെങ്കിൽ അവന്റെ ദേഹിയിൽ അവൻ എപ്പോഴും കരുണ കാണിക്കാൻ തയ്യാറുള്ളവനായതുകൊണ്ട് അത് റിസീവ് ചെയ്യാൻ ഒരു പാത്രം തയ്യാറല്ല എങ്കിൽ നമുക്ക് അവന്റെ സ്നേഹം നമുക്ക് അവന്റെ ഒരു നല്ല സ്നേഹിതനാക്കി തീർക്കുന്നതിലുള്ള നിലയിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു.
तो प्रभु तो हमेशा दयावान है। प्रभु प्रभु अपने स्वभाव में हमेशा करुणा दिखाता है और मदद करने का स्वभाव, क्योंकि वो बहुत दयालु है, हमेशा मदद करने के लिए वो तैयार रहता है। लेकिन जिसको प्रभु का सही समय का मदद जिनको नहीं मिल सकता या जिनको वो लोग लाभ नहीं उठा सकता, अगर उन लोगों ने उनका पात्र को तैयार नहीं किया प्रभु का वो दया और उसका वो दया और उनका क्षमा का और उनका प्रेम को उपलब्ध करने के लिए, तो प्रभु का सही समय पर सहायता उनको नहीं मिल सकेगा। അപ്പൊ നമ്മൾ ആദ്യം ശത്രുക്കളായിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? तो पहले हम लोग शत्रु थे या हम लोग बैरी थे, उसका मतलब क्या है? നമ്മുടെ ഇമോഷന്റെ ഭാഗത്ത് യേശു ക്രിസ്തുവിന്റെ ഇമോഷൻ ഉണ്ടായിരുന്ന ഒരു സ്വർഗീയ ഗുണങ്ങളും ഇല്ലാതെ അപ്പോൾ തന്നെ ഇമോഷൻ ഒരു എനിമിറ്റിയിലൂടെ വളർന്നു വന്നവരാണ്. കാരണം നമ്മള് പാപസന്തതികളാണ്, പാപത്തിന്റെ മക്കളാണ്, ജഡസന്തതികളാണ്. അപ്പം ജഡത്തിന്റെ പ്രകൃതി പറയുമ്പോൾ ഈ ഇമോഷന്റെ സ്നേഹിക്കേണ്ട ഭാഗത്ത് സ്നേഹത്തിന് ഓപ്പോസിറ്റായ വിരുദ്ധമായ ദൈവത്തെ പകയ്ക്കുന്ന, ദൈവത്തെ തള്ളിക്കളയുന്ന, സഹോദരർ തള്ളിക്കളയുന്ന ഒരു പ്രകൃതി ഉള്ളവരാണ്. അതാണ് നമ്മൾ റോമാലേഖനം അതിന്റെ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ ജഡത്തിന്റെ പ്രവൃത്തികൾ പറയുമ്പോൾ ഇതെല്ലാം ഇമോഷനാണ്. तो इसके लिए हम लोग जब बैरियर करके बोलते हैं समय में हमारा अवस्था क्या है समझना। हमारा प्राण में जो भावना का जो भाग है, उस भावना में परमेश्वर के खिलाफ शत्रुता और परमेश्वर के खिलाफ नफरत करने का स्वाभाविक रीति से एक स्वभाव और गुण हमको जन्म से मिला था। यीशु मसीह कौन है? जन्म से ही स्वाभाविक रीति से अपने भावना में प्रेम करने का जैसा स्वभाव है, हम लोग का वैसा नहीं था। हम लोग जन्म से पापी होने की वजह से परमेश्वर के बैरी थे, शत्रु थे और नफरत करने का स्वभाव था। जो हम लोग गलतियों का पुस्तक 5वां अध्याय में पढ़ते समय में वहां पर शरीर का कार्य के बारे में हम पढ़ते हैं, जो हमारे अंदर का स्वभाव को बताता है। അപ്പൊ അവിടെ 5-ന്റെ 19-ഉം 20-ഉം 21 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മള് ഇത് നമ്മളിൽ ഡെപ്പോസിറ്റ് ആയിരുന്നു, അതാണ് ശത്രുക്കളായിരുന്നെന്ന് പറയാൻ കാര്യം, ബലഹീനരാണെന്ന് പറയാൻ കാര്യം, നമ്മൾ അഭക്തരാണെന്ന് പറയാൻ കാര്യം ഇതാണ്. तो वहां पर गलतियों का पुस्तक 5वां अध्याय जब पढ़ते समय में उसका 19, 20, 21 पढ़ते समय में ये सब स्वभाव और गुण हमारे अंदर था। इस स्वभाव के विषय में है जो हम लोग ने रोमियो का पुस्तक 5वां अध्याय में पढ़ा कि हम लोग अभक्त थे और हम लोग परमेश्वर के खिलाफ थे, बैरी थे। ये सब स्वभाव हमारे अंदर होने की वजह से हम लोग परमेश्वर के शत्रु थे। എന്നാൽ നമ്മള് യേശു നമ്മുടെ മിത്രമായി തീരുമ്പോൾ, യേശു നമ്മുടെ സ്നേഹിതനാകുമ്പോൾ, ക്രൂശിൽ അവൻ മരിച്ചത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ആയിരുന്ന ഈ കാര്യങ്ങളെല്ലാം യേശു തന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് അതിന് പരിഹാരം വരുത്തി നമ്മളെ ശൂന്യമാക്കി നമ്മളെ ഒരു പുതിയ നിറവിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ പകർന്ന പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു എന്ന് പറഞ്ഞിട്ട് ആത്മാവിന്റെ ഫലത്തിലേക്ക് വരികയാണ്. परंतु अभी यीशु ने क्रूस में क्या किया? उन्होंने क्रूस में जब वो मरते समय में और हमें उनका हम जैसे शत्रु लोगों को, बैरी लोगों को मित्र बनाने के लिए प्रभु ने क्या किया? उस कलवरी क्रूस में प्रभु ने हमारे अंदर का ये शारीरिक स्वभाव जो भी था उन्होंने अपने शरीर में लेकर क्रूस में उसका अंत कर दिया और हमें एक नया मनुष्यत्व का स्वभाव में हमें धारण कराकर, एक नया मनुष्य में हमें लेकर आकर, शारीरिक स्वभाव को हटाकर आत्मा का फल अभी हमारे अंदर उत्पन्न हो, आत्मा का फल के लिए हम लोग हो जाए, उस रीति में प्रभु ने हमको बदल दिया। അപ്പൊ യേശുവിന്റെ ദേഹിയിൽ എന്താ ഉള്ളത്? यीशु का प्राण में क्या है? യേശു ഒരു നല്ല സ്നേഹിതനുള്ള എല്ലാ ഗുണങ്ങളും 100% ഫലപ്രദമായിട്ട് യേശുവിന് ഹൃദയത്തിൽ ഇരിക്കുകയാണ്. एक अच्छा मित्र का स्वभाव में एक अच्छा मित्र रहेगा तो क्या क्या अच्छा अच्छा गुण है, कितना प्रेम है, वो सब पूर्ण रीति से, संपूर्ण रीति से एक अच्छा मित्रता और प्रेम का स्वभाव यीशु का प्राण में, भावना में भरा हुआ है। അപ്പൊ യേശു അർദ്ധപ്രാണനല്ല, നരകത്തിലേക്ക് പോകുന്നവനല്ല, ശപിക്കപ്പെട്ടവനല്ല, അവന് യാതൊരു വിധത്തിലുള്ള കുറവുമില്ല. എന്നാൽ ഇവിടെ യേശു ഈ നിറവിൽ നോക്കുമ്പോൾ മനുഷ്യജാതി എല്ലാവരും ശപിക്കപ്പെട്ടവരാണ്. ഈ നിലയിൽ ഒരു എനിമിറ്റി സൂക്ഷിക്കുന്ന, ദൈവത്തോട് എതിർപ്പുളവാക്കുന്ന, സഹോദര സ്നേഹമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യരെ അവൻ കണ്ടിട്ട് ഇവൻ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് അവർക്ക് വേണ്ടി ജീവനെ കൊടുക്കുകയാണ്. അപ്പൊ ജീവനെ കൊടുത്ത് ആ ജീവൻ റിസീവ് ചെയ്യുമ്പോൾ ആ ജീവൻ പ്രാപിക്കുന്ന വ്യക്തി ദൈവത്തിന്റെ സ്നേഹിതനായി, ക്രിസ്തുവിന്റെ സ്നേഹിതനായി മാറുന്ന ഫ്യൂച്ചറിനെയാണ് ക്രിസ്തു അവിടെ കാണുന്നത്. तो यीशु मसीह कभी भी आधा मरा हुआ दशा में नहीं है, वो कभी पापी नहीं, वो कभी श्रापित नहीं। यीशु मसीह जो मनुष्य का कमजोर अवस्था है
वो कभी यीशु मसीह में है नहीं। लेकिन यीशु मसीह मनुष्य जात का वो स्वभाव को देख रहा है, जो कमजोर है, जो वो निर्बल है, श्रापित स्वभाव है। ये सब मनुष्य का ये स्वभाव को देखकर हमारे लिए वो बीच में, हमारे लिए वो रहकर, हमारे लिए वो बलिदान होकर, उस बलिदान के द्वारा हमें वो छुटकारा देकर हमें हमारे श्रापित अवस्था से आशीषित अवस्था में लेकर आ रहा है। तो जिन जिन लोगों को वो फायदा मिल रहा है कि यीशु मसीह का मृत्यु के द्वारा हमें आशीषित होने का और हमें श्राप से हटकर प्रभु का मृत्यु का लाभ मिल जाता है, वो लोग वास्तव में कौन हो जाते हैं? वो लोग प्रभु का मित्र हो जाते हैं। प्रभु उनका मित्र बन जाता है, परमेश्वर का गुण उनके अंदर रहता है, आत्मा का फल वहां पर कार्य होता है। ये बात को प्रभु बताने के लिए यूहन्ना में प्रभु कहता है कि तुम लोग मेरे मित्र हो। അപ്പോൾ ഈ നമ്മുടേതായിരിക്കുന്ന ഹൃദയത്തിൽ സ്നേഹം നിറയേണ്ട സ്ഥാനത്ത് ഇമോഷണലായിട്ട് നമ്മളെ പകയ്ക്കുന്നവരാണ്, വിദ്വേഷിക്കുന്നവരാണ്, എപ്പോഴും പക കൊണ്ടു നടക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിലയിൽ അതും ഇമോഷനാണ്. പക്ഷെ ആ ഇമോഷനെ ക്രൂശിച്ചിട്ട് ദൈവത്തിന്റെ ഇമോഷൻ, ദൈവത്തിന്റെ പ്രകൃതി, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആ സ്നേഹം, അത് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുവാനായിട്ട് യേശുവിന്റെ പ്രയത്നം നമ്മളിൽ സഫലമാകാൻ നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് തുറക്കപ്പെട്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം അവനെ റിസീവ് ചെയ്യാൻ തയ്യാറാകാത്ത കാലത്തോളം നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് ഒരിക്കലും ക്രിസ്തുവിന്റെ ഒരു നല്ല ഫ്രണ്ടായി തീരത്തില്ല. पर इसके लिए प्रभु हमें क्या कर रहा है? हमारे अंदर का जो शारीरिक स्वभाव के द्वारा हमें मिला हुआ जो भी गुण है, वो भी एक भाव, वो भी सब भावनाएं हैं। जो हम लोग गलतियों की पुस्तक 5:19 से पढ़ते समय में, वो सब भावनाओं से भरा हुआ है। जो नफरत, द्वेष, ईर्ष्या, ये सब हमको शारीरिक रीति से स्वभाव में जो मिला हुआ, इस भावनाओं को प्रभु हटाकर ईश्वरीय भावना से हमें भरकर, आत्मा से फल से भरकर ईश्वरीय भावना से हमें वो भरना चाहता है। तो इस रीति से जब वो भरते समय में अगर हमारे हृदय, प्रभु हमें ईश्वरीय गुण में बदलने के लिए अगर हमारा दिल खुला नहीं है, हमारा हृदय खुला नहीं है, हम लोग प्रभु की ओर फिर कर प्रभु जो कार्य करना चाहता है उस कार्य में अगर हमारा सहमति नहीं है, तो इस दुनिया में प्रभु का मित्रत्व का जो हमारा मित्र है, उस मित्र का लाभ हमको नहीं मिलेगा अगर हमने हृदय को नहीं खोला है तो। അപ്പൊ ക്രിസ്തു മരിച്ച് പുനരുദ്ധാനം ചെയ്ത് പിതാവിന് വലത്തുഭാഗത്ത് ഇരിക്കുമ്പോഴും നമ്മളെ അവന്റെ മിത്രമാക്കണമെന്നുള്ള അവന്റെ ആ പദ്ധതിക്ക് മാറ്റം വന്നിട്ടില്ല. അവൻ ഇപ്പോഴും നമ്മളോട് കരുണ കാണിക്കാൻ കൃപയുള്ളൂ. കാരണം ഈ വക എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അതിനെ നീക്കിയിട്ട് സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ അവൻ തയ്യാറാണ്. तो इसके लिए यीशु मसीह अभी मरकर पुनरुद्धान होकर पिता के दाहिने ओर बैठने के बाद भी हमें परमेश्वर का मित्र बनाने का, प्रभु का मित्र बनाने का जो उनका विचार है वो अभी तक बदला नहीं है। प्रभु अभी भी यही चाहता है कि हम प्रभु का मित्र बने। उसी के लिए वो अभी भी वो कार्य कर रहा है ताकि हम लोग प्रभु के ओर उनका मित्र बन जाए। അതുകൊണ്ട് നമ്മുടെ ഇമോഷന്റെ പാർട്ട് നമ്മൾ ലോകപരമായ കാര്യങ്ങൾ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇത് മൂന്നും ഇമോഷന്റെ പാർട്ടാണ്. അതിന് വേണ്ടി നമ്മുടെ ഹൃദയം സമർപ്പിച്ച് നമ്മൾ ലോകത്തിന്റെ സന്തോഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിന്റെ സ്നേഹിതനാകുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. तो इसके लिए हम लोग का भावना के विषय में जब प्रभु देखते समय में हमारा अवस्था क्या है, आंखों की अभिलाषा, शरीर की अभिलाषा के जीविता का घमंड, ये सब हमारा भावना में भरा हुआ है। ये तीनों गुण से भरकर, इस भावना से भरकर संसार के लिए अगर हम लोग प्रिय होकर जिएंगे और उसी भावना के अभिलाषा को पूरा करने जाएंगे तो क्या होगा? हम लोग संसार के मित्र बन जाएंगे। याकूब का पुस्तक में जब पढ़ते समय में हम देखते हैं कि ये स्वभाव के गुण में रहने वाले, अभिलाषा से भरने वाले लोग संसार से प्रेम करते हैं। ऐसे लोगों के अंदर पिता परमेश्वर का प्रेम नहीं है। അപ്പൊ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തെ നമ്മൾ വായിക്കുമ്പോൾ യാക്കോബ് ലേഖനം 4:4, याकूब का पुस्तक 4:4 में जब हम पढ़ते समय में, ഇത് വിശ്വാസികളാണ്. ഇവരെ ദൈവം അവന്റെ സ്നേഹിതന്മാരാക്കാനായിട്ടാണ് ക്രൂശിൽ മരിച്ചത്. പക്ഷെങ്കിൽ അവരുടെ പ്രായോഗിക ജീവിതത്തിൽ അവരുടെ വികാര ഭാഗം, അല്ലെങ്കിൽ അവരുടേതായിരിക്കുന്ന ഇമോഷണൽ പാർട്ട്, സ്നേഹിക്കേണ്ട ഭാഗം ലോകത്തെയാണ്, വേറെ ഒന്നിനെ, കർത്താവിനെ അല്ലാത്തതിനെയാണ് സ്നേഹിക്കുന്നത്. तो ये यहाँ पर प्रभु विश्वासियों को बोला गया है। मतलब प्रभु यहाँ पर अपने वो चाहता है कि हमारे अंदर प्रभु का भावना आकर हम लोग प्रभु को प्रेम करें और प्रभु हमारा मित्र बन जाए। वहां पर प्रभु ऐसा इच्छा रखते समय में ये विश्वासी क्या कर रहे हैं? संसार पे इच्छा रखकर संसार के ओर की बातों में वो लोग दिलचस्पी रख रहे हैं। प्रभु चाहते हैं कि ये लोग प्रभु के मित्र बने, लेकिन हम लोग संसार के मित्र है। അപ്പൊ ഈ ലോകസ്നേഹം എവിടുന്ന് വരുന്നു? സാത്താനിൽ നിന്ന് വരുന്നു, ലോകത്തിൽ നിന്ന് വരുന്നു. അത് നമ്മളെ നശിപ്പിക്കാനാണ് വരുന്നത്. നമ്മളെ നശിപ്പിക്കാനും നമ്മളെ ഇല്ലാതാക്കാനാണ് വരുന്നത്.
तो ये जो संसार की ओर का प्रेम ये कहाँ से आ रहा है? संसार की ओर के लिए जो मित्रता हम जो बना के रखते हैं कहाँ से आ रहा है? ये शैतान की ओर से आ रहा है, संसार की ओर से आता है ये सब अभिलाषा। और शैतान नहीं चाहता कि हम प्रभु का मित्र बना रहे, बल्कि वो हमें नाश करने, हमें खत्म करने के लिए और हमें चुरा कर प्रभु से दूर ले जाए, इसके लिए शैतान कार्य कर रहा है। അപ്പൊ 4:4 നമ്മള് യാക്കോബിൻ ലേഖനത്തിൽ അവിടെ വ്യഭിചാരങ്ങളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പം നമ്മൾ എന്ത് സംഭവിക്കുന്നത്? യേശു ക്രിസ്തു നമുക്കൊരു നല്ല സ്നേഹിതനായി നമ്മളെ രക്ഷിക്കാനുള്ള യേശുവിന്റെ പദ്ധതിയെ അട്ടിമറിച്ചുകൊണ്ട്, യേശു ആരുമല്ല, യേശു എന്റെ സ്നേഹിതനല്ല, എന്റെ സ്നേഹിതൻ ലോകമാണ് എന്നുള്ള നിലയിൽ നമ്മുടെ വികാര ഭാഗത്തെ വേണ്ട രീതിയിൽ മനസ്സിലായില്ല എങ്കിൽ നമ്മളെ സ്നേഹിതനെന്ന് വിളിക്കാൻ യേശുവിന് എങ്ങനെ കഴിയും? तो वहां पर देखो, याकूब का पुस्तक 4:4 में पढ़ते समय में, हे व्यभिचारिणियां, क्या तुम नहीं जानते कि संसार से मित्रता करना परमेश्वर से बैर रखना है? तो ये क्या हो रहा है? प्रभु ने जो हमारे लिए मित्रता रखने का जो स्वभाव क्रूस पे कार्य करके द्वारा हमें मित्र बनाए का रखने का कार्य वहां पर करते समय में, शैतान हमें संसार का मोह लेकर आकर प्रभु तुम्हारा मित्र नहीं है, संसार ही तुम्हारा सच्चा मित्र है बोलकर प्रभु का प्रेम से हमें दूर लेकर जाकर, पिता के प्रेम से हमें दूर लेकर जा रहा है। अगर ऐसा, अगर और उस बात को मानकर अगर हम संसार में रहकर वो संसार का मित्रता को अगर हम लोग प्रेम करने लगे, तो फिर प्रभु कैसा बोल सकते हैं कि हम प्रभु के मित्र है करके? കാരണം ഈ ലോകസ്നേഹം ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു. യേശു വരുന്നതിന് മുമ്പ് തന്നെ ലോകത്തിലുള്ള മനുഷ്യരെല്ലാവരും, അല്ലെങ്കിൽ നമ്മൾ ശത്രുക്കളായിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അഭക്തരാണ്, എല്ലാം പറയുന്നതിന്റെ കാര്യം നമ്മൾ ലോകത്തെ സ്നേഹിക്കുന്നവരായതുകൊണ്ടാണ്. तो ये संसार से प्रेम करना ये स्वभाव तो बहुत टाइम से है। यीशु जब इस दुनिया में आने से पहले ही, तभी से मनुष्य लोग हमेशा प्रभु को छोड़कर संसार से प्रेम करने का ये स्वभाव, ये तत्व बहुत पहले से था। तभी से लोग संसार से ही प्रेम कर रहे हैं, അത് ഭൂമിയിൽ നിന്നുള്ളതാണ്. और ये भूमि पर ही है, इस दुनिया में ही है वो। കർത്താവ് വന്നത് ഞാൻ സ്വർഗത്തിലുള്ള സ്നേഹം പറയാനാണ് വന്നത്. അത് സ്വീകരിക്കുന്നവർ, ആ സാക്ഷ്യം സ്വീകരിക്കുന്നവർ കുറച്ചുപേര് മാത്രമേ ഉള്ളൂ. എന്നാൽ ഭൂമിയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ഭൂമിയുടെ സ്നേഹം പറയുമ്പോൾ അത് സ്വീകരിക്കാൻ അനേകരുണ്ടെന്ന് കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. तो इसके लिए प्रभु जब यहाँ पर आया, वो स्वर्ग से आया है, स्वर्ग से आया, स्वर्ग से जो आता है वो स्वर्गीय बात करता है और ऊंचा बात करता है। परंतु जब प्रभु जब स्वर्ग से आया वो बात, स्वर्गीय बातों का जो ऊपर की बातें, श्रेष्ठ बातें, आत्मिक बातें बोलने के लिए जब वो बोलता है, तो सिर्फ थोड़े लोग ही उनको सुनते हैं और मानते हैं। परंतु ये दुनिया से अगर कोई उठकर दुनिया की बातें, संसार की बातें बोला, तो बहुत लोग उसको सुनने के लिए तैयार है। इस विषय में प्रभु खुद यूहन्ना का पुस्तक 3 अध्याय में कहता है। അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഈ ലോകസ്നേഹം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ലോകസ്നേഹം നശിച്ചു പോകും. നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ അത് വായിക്കുന്നുണ്ട്. तो अगर हमारे अंदर संसार का प्रेम अगर भरा हुआ है, तो ध्यान रखना, एक दिन ये संसार और उसका मोह और पूरा अभिलाषा नाश हो जाएगा, जो हम लोग पहला यूहन्ना 2 अध्याय में पढ़ते हैं। അപ്പം പിതാവിന്റെ സ്നേഹം എന്നേക്ക് പിതാവിന്റെ സ്നേഹമാണ് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത്. और पिता का प्रेम सदा के लिए, हमारे पिता का प्रेम सदा टिका हुआ रहता है। और यीशु मसीह ने क्या किया? पिता का वो प्रेम को हमारे अंदर डालने के लिए वो आया था। അപ്പൊ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് താൽക്കാലികമായ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഉണ്ട്. അത് ലോകത്തോടുള്ള ബന്ധത്തിൽ ഭൗമികവും നശിച്ചു പോകുന്നതുമാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിത്യമായ ആ പിതാവിന്റെ സ്നേഹം ഉൾക്കൊള്ളുന്ന രീതി, റോമലേഖനം 5:5 അതേ പിതാവിന്റെ സ്നേഹം നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു എന്നുള്ള ഭാഗത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ അത് റിസീവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ പഴയ പക അല്ലെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ ക്രൂശിൽ നീക്കിയിട്ട് ഈ സ്വർഗീയമായ നിറവ്, ഇതാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്ന് പറഞ്ഞാൽ ദൈവം ആത്മാവാകുന്നു. ഈ ആത്മാവാകുന്ന ദൈവം എപ്പോഴും സ്നേഹസമ്പന്നനാണ് എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ ഈ സ്നേഹം റിഫ്ലക്ട് ചെയ്യുകയാണ് പുത്രനിലൂടെ. ആ റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിൽ എത്തുകയാണ്. അപ്പൊ നമ്മുടെ ഹൃദയം അത് സ്വീകരിക്കാൻ സ്യൂട്ടാകണം, അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ, അത് ആ ദൈവസ്നേഹം സ്വീകരിക്കാൻ തയ്യാറല്ല എങ്കിൽ, അല്ലെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പിന്നെയും പതിത അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ നമുക്കൊരു പുരോഗമനമില്ലാത്ത രീതിയിൽ നമ്മൾ ലോകത്തിൻ്റെതായ നാശത്തിലേക്ക് അല്ലെങ്കിൽ പിന്മാറുന്നവരുടെ കൂട്ടത്തിലായി പോവുകയാണ്. तो एक विश्वासी वो है जो जिसके अंदर प्रभु का प्रेम और मित्रता भरा हुआ है। संसार का प्रेम यानी कि वो जो है जिसके अंदर संसार का प्रेम है, उसके अंदर प्रभु का प्रेम और मित्रता नहीं है। इसलिए जब रोमियो का पुस्तक 5:5 पढ़ते समय में, वहां पर हम क्या देखते हैं? प्रभु ने विश्वासियों के अंदर परमेश्वर का प्रेम आत्मा के द्वारा हमारे अंदर उंडेला गया है। तो वो क्यों उंडेला गया है? ताकि हम लोग, हमारा प्राण जो है प्रभु का प्रेम को
प्राप्त कर कर एक ऐसा योग्य पात्र बन जाए ताकि हम लोग प्रभु के परमेश्वर का ईश्वरीय स्वभाव को और उनके भावना के स्वभाव को हम लोग उसी में रहकर हम जी सके, सही रीति से हम लोग प्रभु का शत्रु मित्रत्व का गुण में हम लोग जी सके। इसके लिए प्रभु ने हमें पवित्र आत्मा के द्वारा प्रेम को उंडेला गया है। इसलिए हम लोग प्रभु का उस प्रेम को प्राप्त किए हुए लोग हैं, तो उनका मित्रता बने रहने के लिए एक योग्य पात्र होना जरूरी है, तो ही हम लोग प्रभु का उस मित्रता का दशा में हम लोग बने रह सकते हैं। അപ്പൊ നമുക്ക് തിരിച്ചു വരാം. हम लोग वापस आते हैं। അപ്പം സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ യേശു ആർക്ക് വേണ്ടിയാണ് മരിച്ചത്? तो मित्र സ്നേഹിതന്മാരായി തീരുന്ന നിത്യ ഗോള് കണ്ടുകൊണ്ട് അവൻ മരിക്കുകയാണ്. प्रभु अपने मित्रों के लिए प्राण देने के लिए आया है करके बोलते समय में किसके बारे में बोल रहा है? भविष्य का नजरिया में देखते हुए जो आगे चलकर इसका लाभ कुछ लोगों को मिलने वाला है, वो लोगों को देकर प्रभु कह रहा है कि तुम मेरे मित्र हो और मैं मेरे मित्रों के लिए जान देने आया हूं। അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ നമ്മള് യേശുവിന്റെ സ്നേഹിതന്മാരായി തീരുന്ന നമ്മുടെ ഏറ്റവും വലിയ വിപത്ത് ആപത്ത് എന്ന് പറയുന്നത് നരകമാണ്, അല്ലെങ്കിൽ നമ്മൾ നരകത്തിലേക്ക് പോകേണ്ടവരായിരുന്നു. तो हमें जो प्रभु का मित्र का स्वभाव जो हमको मिलना चाहिए था, इसके लिए जो सबसे बड़ा रुकावट वो मित्रता का जीवन मिलने के लिए जो सबसे बड़ा रुकावट क्या है? नरक का जीवन, क्योंकि हम लोग सब लोग नरक में जाने के लिए नियुक्त है। തന്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കിയതാണ്, അല്ലെങ്കിൽ യോഹന്നാൻ ലേഖനം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ 1 യോഹന്നാൻ 4:10 പറയുകയാണ്, തന്റെ പുത്രനെ നമുക്ക് യാഗമാക്കിയതിലൂടെ നമ്മൾ സാക്ഷാൽ സ്നേഹം എന്തെന്ന് അറിയുന്നു. तो इसके लिए प्रभु ने क्या किया? पहला यूहन्ना का 4:10 पढ़ते समय में सच्चा प्रेम इस बात में है कि परमेश्वर ने अपने एकलौता पुत्र को हमें देकर हमें हमारे लिए पाप का प्रायश्चित के लिए अपना पुत्र को भेजा। इससे हमें मालूम पड़ा कि परमेश्वर का प्रेम क्या है। അപ്പൊ ദൈവത്തിന്റെ സ്നേഹം നിത്യമാണ്, परमेश्वर का प्रेम अनंत है അത് സ്വർഗവുമായിട്ടുള്ള ബന്ധമാണ്, और वो स्वर्ग के साथ जुड़ा हुआ है। അത് അപ്പം നമ്മള് ദൈവത്തോട് കൂടെ എന്നും സ്വർഗത്തിൽ വസിക്കുന്നതിനെ കണ്ടുകൊണ്ടാണ് നമ്മള് നിത്യ സ്നേഹിതന്മാരായിട്ട് തീർന്നിരുന്നത്. और हम प्रभु चाहता है कि हम लोग सदा हम लोग प्रभु के साथ स्वर्ग में निवास कर कर प्रभु के साथ रहे। इसके लिए अनंत काल का प्रेम से हमसे प्रेम किया। എന്നാൽ നമ്മുടെ മുമ്പിൽ ഉണ്ടായ നരകം എന്ന അപകടം ക്രിസ്തു കണ്ടുകൊണ്ട് നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചതാണ് സാക്ഷാൽ സ്നേഹം. और सच्चा प्रेम इस बात पे है कि जब प्रभु ने देखा कि हमारे सामने नरक है, उस नरक से हमें बचाने के लिए प्रभु ने अपना जान देकर हमें बचाया और हमें उद्धार दिया। इससे प्रभु हमसे सच्चा प्रेम करता है कि प्रकट हुआ। അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഹോളി സ്പിരിറ്റിനാൽ നമ്മൾ ആരായിരുന്നു എന്നും നാശത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയെന്നും ഇപ്പോൾ ഞാൻ ദൈവത്തിന്റെ മകനായി തീർന്നു എന്നുള്ള നിലയിൽ അവന്റെ ഉള്ളിൽ സ്നേഹം വർദ്ധിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ്. കാരണം ദൈവസ്നേഹത്തിന്റെ ഉയരം, നീളം, ആഴം, വീതി സകല വിശുദ്ധന്മാരോടുകൂടി അവൻ ഗ്രഹിക്കുകയാണ്. तो इस रीति से जो व्यक्ति ये देखता है कि मैं पहला किस दशा में था, परंतु प्रभु के प्रेम की वजह से अब मैं स्वर्गीय हो चुका हूं, नरक से मुझे प्रभु बचा लिया है करके ये बात जब वो मनन करते समय में पवित्र आत्मा परमेश्वर का गहरा प्रेम को और अधिक हमें समझाते रहता है। तो उसका प्रेम का ऊंचाई, लंबाई, गहराई और चौड़ाई को पवित्र आत्मा की मदद से हमें समझने को मिलता है। അപ്പൊ നമ്മള് ചിന്തിക്കുകയുണ്ടായി, അതായത് ഈ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുമ്പോൾ നമ്മള് 49-ാം സങ്കീർത്തനം വായിക്കുന്നത് മരിക്കുന്നത് സഹോദരന് വേണ്ടിയാണ് മരിക്കുന്നത്. കാരണം സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് സഹോദരന് മറുപ്പില കൊടുക്കണം. അപ്പൊ യേശു ക്രിസ്തു ഇവിടെ നമ്മുടെ യഥാർത്ഥ സഹോദരനാണ്, യഥാർത്ഥ സ്നേഹിതൻ. तो वहां पर भजन संगीता जब हम लोग 49 में पढ़ते समय में वहां पर हम देखते हैं कि प्रभु वहां पर क्या करता है, एक भाई को बचाने के लिए छुटकारा का दाम वहां पर देता है। तो वो छुटकारा का दाम कोई भी दे नहीं सकता, मनुष्य को वो छुटकारा का दाम देने के लिए असंभव था, लेकिन यीशु मसीह ने क्या किया, वो बचाने के लिए आया, भाइयों को छुटकारा देने के लिए वो आ रहा है। तो प्रभु का वो सच्चा मित्र वो लोग कौन है? वो लोग वास्तव में प्रभु के भाई है। നമുക്ക് പ്രൊവേർബ്സിൽ ഒരു വാക്യം വായിക്കാം. नीति वचन में हम पढ़ते हैं, അതിന്റെ 17-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ 17 में हम पढ़ते हैं, ഒരു സ്നേഹിതന്റെ ക്വാളിറ്റിയാണ് ഇവിടെ പറയുന്നത്. वहां पर एक अच्छा मित्र का गुण को वहां पर हम देखते हैं। യേശു പറയുകയാണ്, ഞാൻ നല്ല സ്നേഹിതനാണെന്ന് യേശു പറയുമ്പോൾ യേശുവിൽ ഈ ഒരു ക്വാളിറ്റി ഉണ്ടോ എന്ന് ദൈവത്തിന്റെ ആത്മാവിൽ നമ്മളെ പരിശോധിക്കുമ്പോൾ നമ്മൾ എത്ര അതിശയമായി യേശു പറഞ്ഞ വാക്ക് സത്യമാണെന്നതിന് നമ്മൾ സാക്ഷിയായി തീരുകയാണ്. तो प्रभु जब कहता है कि वो हमारा सच्चा मित्र है करके बोलते हैं समय में, वो सच्चा मित्रत्व का गुण किस रीति से वो प्रकट हो रहा है करके पवित्र आत्मा की मदद से हम देखते समय में हम आश्चर्य हो जाते हैं कि सचमुच प्रभु के अंदर सच्चा मित्रता का गुण है। അവിടെ വായിക്കുക, അതിന്റെ 17-ാം വാക്യം. 17 का 17 पढ़े।
मित्र सब समयों में प्रेम रखता है നോക്കുക, और സ്നേഹിതൻ എല്ലായ്പ്പോഴും സ്നേഹിതനാണ്. കാരണം ആ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ആപത്തുണ്ടാകുമോ, അനർത്ഥം ഉണ്ടാകുമോ, ദരിദ്രനായി തീരുകയോ ഭിക്ഷക്കാരനാകുകയോ ചെയ്താൽ പോലും യഥാർത്ഥ സ്നേഹിതൻ അവനെ വിട്ടുപോകുന്നില്ല. तो मित्र मतलब क्या है? सच्चा मित्र कौन है? जो सब समयों में वो प्रेम रखता है। तो सब ये है प्रभु का सच्चा प्रेम। हम लोग गरीब हो या अमीर हो, हम लोग कोई भी दशा में हम लोग क्यों ना चले जाए, प्रभु का प्रेम हमारे ऊपर हर समय पर रहता है, वो कभी बदलता नहीं। वो है सच्चा प्रेम। അനർത്ഥ കാലത്ത് അവൻ സഹോദരനായി തീരുന്നു. और विपत्ति के दिन में वो भाई बन जाता है। അപ്പൊ യേശു സ്നേഹിക്കുന്ന നമ്മുടെ അനർത്ഥ ദിവസം ഏതായിരുന്നു? यीशु मसीह ने हमसे प्रेम प्रेम करने वाला समय में कौन सा विपत्ति का दिन में प्रभु ने हमसे प्रेम किया? രണ്ടാം മരണം. जो है दूसरा मृत्यु। ആ മൃത്യു യേശു സഹോദരനായിട്ടാണ് അതിനെ മീറ്റ് ചെയ്തത്. वो दूसरा मृत्यु का जो विपत्ति जो हमारे ऊपर था, उस विपत्ति को बचाने के लिए प्रभु भाई बनकर वो विपत्ति का सामना किया। അതുകൊണ്ടാണ് നമ്മൾ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നത്. അതായത് വിശുദ്ധീകരിക്കുന്നതിനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ഒരുവനുള്ള. അപ്പൊ ദൈവത്തിന്റെ മകനായി തീർന്നിട്ട് യേശുവിന്റെ സഹോദരനും പിതാവിന്റെ മകനുമായി തീരുന്ന ഒരു വലിയ സ്നേഹമാണ് ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന സ്നേഹം. इसलिए प्रभु का सच्चा बलिदान हुआ सच्चा प्रेम है जो क्रूस में जो प्रभु ने हमारे लिए किया, जो हमने इब्रानियों की पुस्तक 2:11 में हम पढ़ते हैं, क्योंकि पवित्र करने वाला और पवित्र किए जाने वालों के लिए सबका एक ही मूल है। जो प्रभु यीशु मसीह ने हमें वो कलवरी क्रूस में वो सच्चा प्रेम करके दिखाया। അപ്പൊ സ്നേഹബന്ധൻ എപ്പോഴും സ്നേഹിക്കുന്നു. तो मित्र क्या करता है? वो हर समय में, हर पल, हर अवस्था में प्रेम करता है। നമ്മുടെ ജീവിതത്തിന്റെ ആരംഭഘട്ടങ്ങളിലൊക്കെ വല്ലപ്പോഴുമേ നമ്മൾ യേശുവിനെ സ്നേഹിച്ചുണ്ടായിരുന്നുള്ളൂ. हम लोग हमारे जीवन के विश्वास का शुरुआत में थोड़े शुरुआती समय में ही हम लोग ने प्रभु से थोड़ा प्रेम किया था। എന്നാൽ ആ സ്നേഹം പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ നിന്നും നമ്മളിലേക്ക് പ്രകടമാക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവേശുവിനോടുള്ള സ്നേഹം വർദ്ധിച്ചു വരികയാണ്. പിന്നെയും അത് കൂടുതൽ വർദ്ധിച്ചു വരുന്ന, മുകളിലോട്ട് പോകുന്ന, അത് ഇൻക്രീസ് ചെയ്യുന്ന ഒരു നിലയിലേക്കുള്ള ഒരു പ്രോഗ്രസ് ഉള്ളതിനെയാണ്, അങ്ങനെയുള്ളവരെയാണ് യേശു ക്രിസ്തു സ്നേഹിതൻ എന്ന് വിളിക്കുന്നത്. परंतु जैसा जैसा विश्वासी बढ़ोतरी पाते समय में पवित्र आत्मा के मदद से प्रभु ने किया हुआ उस प्रेम का अवस्था को, उस बात को स्मरण करते हुए, उस प्रेम का माप अगर एक विश्वासी के अंदर बढ़ रहा है, वो विश्वासी प्रभु का उस प्रेम में बढ़ते जाकर उन्नति प्राप्त कर रहा है, प्रेम का आनंद में वो बढ़ते जा रहा है, वही लोग है सच्चा प्रभु के मित्र लोग। അപ്പൊ ദൈവത്തെ സ്നേഹിക്കാൻ ഉള്ള ഒരു നിർബന്ധം, ഈ ദൈവസ്നേഹം തന്നെ നമ്മളിൽ വന്നിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ നമ്മളെ നിർബന്ധിപ്പിക്കുകയാണ്. तो परमेश्वर को प्रेम का खासियत क्या है कि वो प्रेम हमारे अंदर, वो प्रेम आकर परमेश्वर को और अधिक प्रेम करने के लिए हमें विवश करता है। അങ്ങനെയുള്ള നമ്മുടെ ഇമോഷന്റെ പാർട്ട് നമ്മൾ അതിനെ വിനിയോഗിക്കാതെ, ക്രൂശിന്റെ സ്നേഹം ഗ്രഹിക്കാതെ, ക്രൂശിന്റെ മർമ്മം ഗ്രഹിക്കാതെ നമ്മൾ ലോകത്തെ സ്നേഹിക്കാൻ പോകുമ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ്. കാരണം നമ്മുടെ രക്ഷ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാരണം ഈ യേശു ക്രൂശിൽ ജീവൻ അർപ്പിച്ചതിന്റെ ആ യഥാർത്ഥ ഗ്രാഹ്യം നമുക്ക് ഇപ്പോഴും ക്രൂശ് ഒരു മർമ്മമായിരിക്കുന്നു, ക്രൂശ് വെളിപ്പെട്ട് കിട്ടിയില്ല. तो इसके लिए हम जो प्रभु के प्रेम में बढ़ना चाहिए था, अगर उस प्रेम में अगर हम नहीं बढ़ पा रहे, तो फिर हमारे लिए क्रूस अभी भी एक भेद की रीति में छुपा हुआ है। क्रूस का तत्व हम अभी भी समझ नहीं पा रहे, क्योंकि प्रभु का प्रेम का असली प्रेम का पूर्णता वो क्रूस में था, जो हमें प्रकट हुआ, जो हमें समझना चाहिए था। लेकिन उस प्रेम में अगर हम नहीं बढ़ रहे और अभी भी संसार को ही अगर हम प्रेम कर रहे हैं, उसका मतलब यह है कि क्रूस का तत्व को अभी तक समझा नहीं है। അപ്പം യേശു നമ്മളെ സ്നേഹിക്കുമ്പോൾ നിരന്തരം സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. यीशु जब हमसे प्रेम करता है तो वो निरंतर प्रेम करते रहता है, സ്നേഹിത എല്ലാ കാലവും സ്നേഹിതനാണ്. क्योंकि मित्र कौन है? वो हर समय में प्रेम करते रहता है। അപ്പൊ യേശുവാണ് യഥാർത്ഥ സ്നേഹിതൻ. तो प्रभु है हमारा सच्चा मित्र। അവൻ ആ സ്നേഹിതൻ അനർത്ഥ ദിവസത്തിൽ നമുക്ക് നമ്മുടെ സ്വന്തം സഹോദരനായി തീരുകയാണ്. അപ്പൊ യേശു ക്രിസ്തു ക്രൂശിൽ തന്റെ ജീവനെ അർപ്പിച്ചത് സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ വരുമ്പോൾ അതാണ് കാണുന്നത്. और सच्चा मित्र वही है जो विपत्ति के दिन भाई बन जाता है। तो प्रभु यीशु मसीह था जो क्रूस के मृत्यु के द्वारा जो हमारे ऊपर एक सच्चा विपत्ति, जो दूसरा मृत्यु नरक दशा आते समय में वो हमारा भाई बनकर, वो हमें बचाकर परमेश्वर का सच्चा प्रेम हमको बताया, और वो पाप के लिए प्रायश्चित होकर हमें परमेश्वर का प्रेम को प्रकट किया, जो हम लोग पहला യോഹന്നാൻ में भी पढ़ते हैं। അപ്പോൾ അതിന്റെ യോഹന്നാന്റെ ലേഖനം മുഴുവനും യോഹന്നാന്റെ ക്രിസ്തു പറഞ്ഞ വചനത്തിന്റെ അല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ആ സ്നേഹിതൻ എന്നുള്ളതിന്റെ ഒരു സപ്ലിമെന്ററി ആയിട്ടാണ് യോഹന്നാൻ ലേഖനം മുഴുവൻ എഴുതിയിരിക്കുന്നത്. तो यूहन्ना का पत्र जब पढ़ते समय में वो लिखा परमेश्वर का जो प्रेम का बातें जो सुसमाचार में लिखा गया था, उसका रीति का और बातों को समझाने के लिए वो पत्र लिखा है.
അപ്പൊ നമുക്ക് അപ്പൊ കർത്താവ് ഈ സ്നേഹത്തിന്റെ സത്യം നമ്മളിലല്ല, ഈ സ്നേഹത്തിന്റെ സത്യം ക്രിസ്തുവിലാണ്. ക്രിസ്തു എന്നെ സ്നേഹിച്ചത് ഞാൻ എന്റെ മനസാക്ഷിയിൽ പരിശുദ്ധാത്മ റിഫ്ലക്ട് ചെയ്യുമ്പോൾ, എന്നിലേക്ക് അത് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഞാൻ സ്നേഹിച്ചു പോകും. അങ്ങനെയാണ് ഈ സ്നേഹത്തിന്റെ ക്രമം ഇരിക്കുന്നത്. तो परमेश्वर का जो सच्चा प्रेम वो मुझ में नहीं बल्कि वो व्यक्ति मसीह में है। परमेश्वर का सच्चा प्रेम मसीह है। वो मसीह जब हमारे अंदर आते समय में तब वो सच्चा प्रेम हमारे अंदर प्रकट होता है, उसके अंदर कार्य होता है। उसके लिए हमें वो दिल, अपना दिल खोलना है प्रभु का उस प्रेम को हमारे अंदर कार्य करने के लिए। അവിടെ നമ്മള് കർത്താവ് ഈ 13 മുതലുള്ള അധ്യായങ്ങളെല്ലാം, കർത്താവ് 13 അധ്യായത്തിന്റെ ആരംഭത്തിൽ കർത്താവ് പെസഹയുടെ ദിവസം അടുത്ത് വരുമ്പോൾ കർത്താവ് പറയുകയാണ് ഇവൻ കർത്താവ് രക്ഷിക്കുന്ന എല്ലാവരെയും ഒരേ മെഷറിൽ സ്നേഹിക്കുകയാണ്. പൗലോസിനെയും പത്രോസിനെയും നമ്മളെയും, ഇന്നലെ രക്ഷിക്കപ്പെട്ടവരെയും, ഇന്ന് ജഡത്തിൽ ജീവിക്കുന്ന കൊരിന്ത്യരെയും, അല്ലെങ്കിൽ നമ്മളെ എല്ലാം കർത്താവ് ഒരേ എമൗണ്ട് സ്നേഹിക്കുകയാണ്. അതാണ് അവിടെ 13 അധ്യായത്തിൽ വായിക്കുന്നത്. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്ന നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ എന്ന് പറയുമ്പോൾ ഒരു ഭാവവ്യത്യാസവും കൂടാതെ യേശുവിനെ സ്നേഹിക്കാത്തവരെയും കർത്താവ് ആർക്കൊക്കെ വേണ്ടി മരിച്ചോ, ഒരു സഹോദരനായിട്ട് ആർക്കൊക്കെ വേണ്ടി മരിച്ചോ, അവരെ എല്ലാം തുല്യതയോടെ സ്നേഹിക്കുകയാണ്. എന്നാൽ ഈ സ്നേഹം കുറഞ്ഞു വരുമ്പോൾ, നമ്മളിൽ സ്നേഹമില്ലാതെ വരുമ്പോൾ, ഒരു വരണ്ട അനുഭവം വരുമ്പോൾ കൃപാസനത്തിലേക്ക് വന്ന് തക്ക സമയത്ത് സ്നേഹം പകരാൻ കർത്താവ് കരുണയുള്ളവനാണ്. तो प्रभु का प्रेम का खासियत क्या है? हम लोग यूहन्ना का सुसमाचार 13 अध्याय का पहला वाक्य में हम पढ़ते समय में हम देखते हैं कि पिता परमेश्वर ने जितने भी प्रभु को संसार से प्रभु को दिया था और जिनसे वो प्रेम किया, वो अंत तक वैसे ही प्रेम रखता रहा। ये था प्रभु का सच्चा प्रेम। तो प्रभु इस प्रेम में एक कितने कितने लोग थे उसमें, पौलोस था, पतरोस था, कुरिन्थियों के लोग थे, सब प्रकार के भाई लोग थे जो जन्म भी नहीं लिया है। वो लोग सब लोगों को प्रभु ने क्या किया, अंत तक वो प्रेम रखता रहा। प्रभु के प्रेम में कोई कमी या घटी नहीं हुआ। वो आदि से लेकर, शुरुआत से लेकर अंत तक पूर्ण प्रेम से अंत तक वो प्रेम करता रहा। ये है वो सच्चा प्रेम जो हमारे अंदर, प्रभु का प्रेम जो हमारे अंदर वो डाला है, उसी प्रेम में है प्रभु हमसे प्रेम कर रहा है। അപ്പോൾ ആത്മാവിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സ്നേഹത്തിൽ നടക്കുക. ഈ ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി സഹോദരവർഗത്തെ സ്നേഹിക്കും. तो आत्मा में चलना मतलब क्या है? प्रभु का इस प्रेम में बढ़ना। इस प्रभु का प्रेम में बढ़ते रहेंगे तो प्रभु के द्वारा जो उनके जो मसीह के जो भाई है उनको भी हम प्रेम करेंगे। നമ്മള് ഒന്ന് കൊരിന്ത്യർ 13 അധ്യായം അതിന്റെ ആ ഒരു സ്നേഹത്തിന് ഒരു വ്യക്തിത്വം കൽപ്പിച്ചുകൊണ്ട് വ്യക്തമായിട്ട് യേശുക്രിസ്തുവിന്റെ പേഴ്സണെ കുറിച്ചാണ് അവിടെ പറയുന്നത്. पहला कोरिन्थी 13 अध्याय जब पढ़ते समय में वहां पर प्रेम को एक व्यक्तित्व देकर वो प्रभु का प्रेम का गुण के बारे में वहां पर बोला गया है। അവിടെ വിശ്വാസവും പ്രത്യാശയും എല്ലാം പിന്നെയും നീങ്ങിപ്പോകും. तो वहां पर हम देखते हैं कि अंत में विश्वास जो है और आशा वो सब हट जाएगा, എന്നാൽ ഇതിൽ വലിയതോ സ്നേഹം തന്നെ. परंतु इसमें से जो सबसे बड़ा प्रेम है। അപ്പോൾ നമ്മള് കർത്താവിന്റെ സ്നേഹിതന്മാരാണ്, സ്നേഹം പങ്കിടുന്നവരാണ്. എന്നും ദൈവത്തെ സ്നേഹിക്കാൻ തക്കവണ്ണം ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കത്തക്കവണ്ണ അടിസ്ഥാനം നമ്മളിലല്ല, അത് ക്രിസ്തുവിലാണ്. അപ്പൊ അവൻ നമ്മളെ പിന്നെയും സ്നേഹിക്കുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ ആ അറിവ് തന്നെ ജീവനാണ്. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന ക്രിസ്തുവിനെ അറിയുന്നത് അത് ജീവനായിട്ട് തീരുകയാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും ഭംഗം വരാത്ത, മുറിഞ്ഞു പോകാത്ത, അല്ലെങ്കിൽ അവസാനിക്കാത്ത ഒരു സ്നേഹബന്ധത്തിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിവരുത്തതാണ് ഞാൻ സ്നേഹിതന്മാർക്ക് വേണ്ടി എന്റെ ജീവനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. तो प्रभु का अपना सच्चा प्रेम का, परमेश्वर का सच्चा प्रेम वो एक व्यक्ति है, वो हम नहीं है बल्कि वो यीशु मसीह में है। यीशु मसीह है वो सच्चा प्रेम का वो गुण जो हमारे अंदर आया है और उस प्रेम में हमें बढ़ना है। ये बात को हमें जानना जरूरी है। इसलिए यूहन्ना का पुस्तक सुसमाचार 17 का 3 में जब पढ़ते समय में अनंत जीवन इसी बात में है जो पिता परमेश्वर ने जो अपना पुत्र यीशु मसीह को हमें भेजा, ये बात जान लेना ही अनंत काल का जीवन है। तो उस प्रेम में अनंत काल का जीवन है जो भरा हुआ, क्योंकि अनंत काल से हमें प्रेम कर रहा है। जब से वो प्रेम किया अंत तक प्रभु ने विश्वास योग्यता में हमसे प्रेम करते आए। प्रभु का प्रेम में कोई कमी नहीं। ये बात को देखकर हमें जीना है। वही जो देखकर जीने वाले लोग ही प्रभु के सच्चा मित्र है। उन मित्रों के लिए प्रभु ने कहा യോഹന്നാൻ 15 में, मैं अपना मित्रों के लिए जान देने के लिए आया हूँ। സഭാജീവിതം എത്ര ശ്രേഷ്ഠമാണ്! कलीसिया जीवन कितना श्रेष्ठ है! നമ്മളെ സ്നേഹിക്കാൻ, നിരന്തരം നമ്മളെ സ്നേഹിക്കാൻ, നമ്മൾ കുറവുകളുള്ളവരായിട്ട് പോലും നമ്മളെ നിരന്തരം സ്നേഹിക്കാൻ യേശുക്രിസ്തു തയ്യാറായി. ആ തക്ക സമയത്ത് ക്രൂശിൽ മാത്രമല്ല, 33 വർഷമല്ല, നിത്യതയോളം നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാലും പിന്നെയും അവൻ നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും.
तो प्रभु का प्रेम का खासियत क्या है? वो क्या हमें हम सदा प्रेम करते आ रहा है और अंत तक वो प्रेम करते रहता है। यीशु मसीह जो का 33.5 साल का जीवन उसमें ही नहीं, क्रूस में ही नहीं, बल्कि मरकर पुनरुत्थान होने के बाद भी वो हमसे निरंतर अंत तक हमसे प्रेम करता आ रहा है और अनंत काल में भी वो हमसे प्रेम करते रहेगा। ये है प्रभु का सच्चा प्रेम जो अपना मित्रों के लिए प्रभु दे रहा है। ഒരു നല്ല സ്നേഹിതന്റെ യോഗ്യതയാണ് നമ്മള് പ്രോവർബ്സ് 17:17 കണ്ടത്. അവൻ സദാകാലം സ്നേഹിക്കും, അനർത്ഥ ദിവസത്തിൽ അവൻ സ്വന്തം സഹോദരനാണ്. तो इसके लिए प्रभु हम लोग नीति वचन का 17:17 में जो हमने देखा, एक सच्चा मित्र का असली गुण, एक सच्चा मित्र कौन है? जो अंत समय तक वो हमसे प्रेम करता रहता है, निरंतर प्रेम करता रहता है। प्रभु का प्रेम में कभी कोई कमी घटी नहीं और हर समय में वो हमसे प्रेम करते रहता है। वो प्रेम का अनुभव है जो प्रभु ने हमको प्रकट करके दिखाया। ഈ ക്വാളിറ്റി ക്രിസ്തുവിലേക്ക് നോക്കാതെ നമ്മള് സഹോദരന്മാരെല്ലാം ബലഹീനരാണ്. അവർക്ക് പല വിധത്തിലുള്ള സാഹചര്യങ്ങളാണ്. നമ്മൾ സഹോദരന്മാരെ നോക്കി അന്യോന്യം പഴിക്കാതെ, അന്യോന്യം ദുഷിക്കാതെ, നാം തേജസ്സുള്ള കർത്താവിന് മുഖത്തേക്ക് നോക്കി ധൈര്യം പ്രാപിക്കാനാണ് വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവനിലാണ് ഈ സ്നേഹത്തിന്റെ സത്യം നിറഞ്ഞിരിക്കുന്നത് കണ്ട് അത് നമ്മളിലേക്ക് റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ അട്രാക്റ്റഡ് ആയി തീരുകയാണ്. എന്നെ സ്നേഹിക്കുന്നവൻ ജീവിക്കുന്നു. इसके लिए हमें जब भाइयों को प्रेम करते समय में हम वो व्यक्ति लोगों को नहीं देखना, बल्कि वो मसीह का प्रेम को हमें देखना है, क्योंकि प्रभु का सच्चा परमेश्वर का सच्चा प्रेम बोला तो वो मसीह है। उस मसीह का प्रेम में जो व्यक्ति भर जाता है वो हमेशा उस प्रेम का सच्चाई में बढ़ते रहते समय में दूसरे भाइयों के लिए एक अच्छा आकर्षण बनकर प्रेम में वो बढ़ता है। वो है सच्चा मित्र होने का सच्चा गुण जो प्रभु ने हमारे लिए किया है। സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല. इसलिए अपना मित्र के लिए जान देना इससे बड़ा प्रेम नहीं है। പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ ആ രീതിയിൽ സ്നേഹിച്ചല്ലോ. इसलिए प्रभु ने हमें इस रीति से हमसे प्रेम किया। നമുക്ക് അവനോടുള്ള സ്നേഹം കുറവായിരുന്നാൽ പോലും भले ही हमारा प्रेम उनके लिए कम हुआ तो भी അവന്റെ സ്നേഹം നിരന്തരമാണ്. അവൻ അതിനെ നമ്മളോടുള്ള ബന്ധത്തിൽ അവനെ നിത്യകാല അടിസ്ഥാനത്തിലാണ് സ്നേഹിച്ചിരിക്കുന്നത്. യുഗത്തിൽ നിത്യതയിലേക്കും കണ്ടുകൊണ്ടാണ് നമ്മൾ അവനോട് കൂടെ എന്നും വിട്ടുമാറാതെ വസിക്കുന്ന ഒരു കൂട്ടം ജനമായി, അവനോട് ചുറ്റുമിരിക്കുന്ന ഒരു ജനമായി തീരാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. അവന്റെ സിംഹാസനത്തോട് ചേർന്ന് അവന്റെ തേജസ് കണ്ട് അവന്റെ ആ മഹത്വത്തിന്റെ പ്രസരിപ്പിൽ ജീവിക്കാൻ പോകുന്നവരാണ് നമ്മൾ. परंतु उनका प्रेम हमेशा नित्य है। उनका प्रेम वो सदा से हमें प्रेम करते आ रहा है। उनका प्रेम में कोई कमी नहीं, कोई घटी नहीं। वो यही चाहता है कि हम सब लोग उनके साथ अनंतता में, अनंत काल कर न्याय में, अपना सिंहासन में प्रभु के साथ रहकर उस प्रेम का अनुभव सदा के लिए युगानुयुग तक उस प्रेम को अनुभव करते रहे। കർത്താവ്, നീ എന്നെ സ്നേഹിക്കുന്നല്ലോ എന്ന് നമ്മൾ വാസ്തവമായി ഒന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളത്തിൽ ഒരു നിറവ് കിട്ടുന്നു. നമ്മുടെ ഉള്ളം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളത്തിൽ ഒരു മരവിപ്പ് മാറി, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളത്തിൽ ഒരു ജീവന്റെ അനുഭവം, ഒരു നനവുന്ന, ഒരു ഉണർവ് കിട്ടുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വരികയാണ്. जब प्रभु हमसे प्रेम करता है करके ये बात को जब हम सोचते समय में, उस सच्चा प्रेम में जब मनन कर बस सोच रहा है कि प्रभु हमसे प्रेम करता है, उस विचार में ही हमें इतना तंदुरुस्ती और ताजगी और एक भरने का अवस्था हमें मिलता है जो प्रभु का प्रेम में हमें मिल रहा है। बस प्रभु हमसे प्रेम करता है, वो सोचने में वो हमें उत्तेजना देकर प्रभु का प्रेम में हम बढ़ने लगता है। നമ്മുടെ താഴ്ന്ന നിലവാരം നോക്കി പാപികളായ നിങ്ങൾക്ക് വേണ്ടി, മരിച്ചവരായ നിങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ശത്രുക്കളായ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കുന്നു എന്ന് യേശു പറയാതെ എന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി കർത്താവ് യോഗ്യത തന്ന് ക്വാളിഫൈ ആയി ഉയർത്തി വെച്ച ഒരു സ്ഥിതിയെ കണ്ടുകൊണ്ട് അവൻ പറയുകയാണ്, അതെ, സ്നേഹിതന്മാർക്ക് വേണ്ടിയാണ് ഞാൻ മരിക്കുന്നത്. അന്തസ്സേറിയ വാക്കാണ് യേശുവിന്റെ വാക്ക്. प्रभु हमारा गिरा हुआ दशा को देखकर तू पापी है, तू शत्रु है, तू अभाग्य है, तू निर्बल है, ये बात को देखकर नहीं, बल्कि वो हमारे भविष्य में हमारा अवस्था क्या है और प्रभु ने हमें उस प्रेम के द्वारा हमारा क्या पदवी, क्या स्थान, स्वर्गीय स्थान में जो ऊंचा दशा को देखकर प्रभु हमसे कहता है कि और मित्रता को दे भरकर प्रभु हमसे कहता है कि मैं अपने मित्रों से मैं प्रेम करता हूँ। प्रभु का नजरिया देखो कितना श्रेष्ठ है, जो हमें इतना ऊंचा दर्जा देकर वो हमसे प्रेम कर रहा है। കർത്താവിന് വരുവരെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവാൻ പറഞ്ഞ മേശ കാണുമ്പോൾ ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ പൊട്ടി വളരുകയാണ്. കാരണം എന്നെ സ്നേഹിച്ച് നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഒരേ മനസ്സിലേക്കാണ് ആ മേശയിലേക്ക് നോക്കുന്നത്, ഞങ്ങളെ എല്ലാം ഒരുപോലെ സ്നേഹിച്ചത്. इसके लिए प्रभु का वापस आने तक उनका स्मरण में जब प्रभु का मेज को जब हम भाग लेते हैं समय में, वो मेज क्या दर्शाता है? प्रभु का उस गहरा प्रेम को वहां पर हम देखते हैं, जो पर निरंतर प्रभु हमसे प्रेम किया, उस प्रेम को स्मरण कर हम मेज का भाग ले रहे हैं। പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड। प्रभु हम सब നമ്മളെ സഹായിക്കട്ടെ.
प्रभु हम सबको सहायता करे। प्रेज लॉर्ड।